എല്ലാവർക്കും നമസ്കാരം. ഒരു ക്ഷേത്രമുറ്റം നിറയെ നാടൻ പശുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുന്നിലായിട്ടാണ് നൂറുകണക്കിന് നാടൻ പശുക്കൾ നിറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് പശുക്കൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ള ഒരു വഴിപാടാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. അപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് കാശിയിലാണ്. കാശിയിൽ കുംഭമേളയ്ക്ക് എത്തിയതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്കായിട്ട് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ആദ്യത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൂടെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ശിവലിംഗം ഇവരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് തന്നെ പൂജ ചെയ്യാനൊരു അവസരമാണ് ഈ ക്ഷേത്രം ഒരുക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ 108 ശിവലിംഗങ്ങളാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള ശിവലിംഗങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓരോ ശിവലിംഗങ്ങളിലും നമുക്ക് തന്നെ പൂജ നൽകാനുള്ള ഒരവസരമാണ് ഈ ക്ഷേത്രം ഒരുക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വിഗ്രഹങ്ങളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ നമുക്ക് സ്വയമേ പൂജ ചെയ്യാനുള്ളൊരു അവസരമാണ് ഒരുക്കുന്നത്. ശരിക്കും പറയാൻ നമുക്ക് വളരെയേറെ സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 108 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം കാണുന്നത്. അതേപോലെ തന്നെ ശിവലിംഗങ്ങളെ നേരിട്ട് അടുത്ത് കാണാനും ഒരു അവസരം ലഭിക്കുന്നത്. ഭക്തി ആദരപൂർവ്വം ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. ഇവിടെ ഗോക്കൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഭക്തജനങ്ങളെല്ലാം തയ്യാറാവുന്നുണ്ട്. അതിന് പ്രത്യേകം തയ്യാറാക്കിയ ആഹാരം നമുക്ക് തന്നെ ഗോക്കൾക്ക് കൊണ്ട് കൊടുക്കാവുന്നതാണ്. Seta और पास ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഗോക്കൾക്ക് ആഹാരം കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ട് ആഹാരം വെച്ചിട്ടുണ്ട്. എപ്പോഴും വരുന്ന ഭക്തജനങ്ങൾ ആ ആഹാരം ഈ പശുക്കൾക്ക് നൽകുന്നുണ്ട്. ഈ പശുക്കളെല്ലാം തുറസായ സ്ഥലത്തേക്ക് അഴിച്ചുവിടാറുണ്ട്. അവർക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ് ഈ അമ്പലം ഈ പശുക്കൾക്ക് നൽകുന്നത്. അതേപോലെ ആഹാരം കഴിക്കാനായിട്ട് ഒന്നിച്ചെത്തുക, അത് നിശ്ചിത സമയത്തിന് ശേഷം ഇവരെ പുറത്തേക്ക് ഇടുക. സർവ്വ സ്വാതന്ത്ര്യമാണ്. മൂക്കേറിടാതെ എല്ലാവരും വളരെ കൃത്യമായ ഉള്ളൊരു പരിപാലനമാണ്. നാച്ചുറലായിട്ട് പ്രകൃതിയായിട്ട് ലയിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പശുവിനെ വളർത്തുന്നത്. നമ്മുടെ നാട്ടിൽ തിരിച്ചുമാണ് കെട്ടിയിട്ട് മൂക്ക് കുത്തിയൊക്കെയാണ് നമ്മൾ വളർത്തുന്നത്. പക്ഷേ ഇവിടെ നേരെ മറ്റൊരു രീതിയിലാണ് ഇവിടെ പശുക്കളെ പരിപാലിക്കുന്നത് തന്നെ. പശുക്കളെ കുളിപ്പിക്കാറില്ല. അവരുടെ സർവ്വസ്വാതന്ത്ര്യമായിട്ട് നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ ഗോക്കൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഗോക്കളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗവ്യങ്ങളും നമ്മുടെ പ്രകൃതിക്ക് ഏറെ ഗുണകരമാണ്. അതേപോലെ മനുഷ്യർക്കും ഏറെ ഗുണകരമാണ്. എന്നും ഗോക്കളെ നമ്മൾ ഗോമാതാവായി സങ്കല്പിച്ച് ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ ഉള്ളത്. അത് വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്തി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഗീർ, റാത്തി, താർപ്പാർക്കറൊക്കെ ആണ് ഇവിടെ വളർത്തുന്നത്. കൃത്യമായി ഇവയൊക്കെ പരിപാലിക്കാനായിട്ട് ആൾക്കാരുമുണ്ട്. വളരെ ഭക്തിയാദരപൂർവ്വമാണ് ഗോക്കളെ ഇവിടെ കാണുന്നത്. 30 ദൈവങ്ങളും ഗോക്കളിൽ വസിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് ഹിന്ദു സംസ്കാരത്തിലുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ ഗവ്യങ്ങൾക്കും ഏറെ ഗുണങ്ങളുണ്ട്. നമുക്കറിയാം പഞ്ചഗവ്യങ്ങൾ, ചികിത്സഗവ്യ, ഗോമൂത്രം തളിച്ച് ശുദ്ധി വരുത്തുന്നതും ചാണകം തളിച്ചൊക്കെയായിരുന്നു പണ്ടുള്ള കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളൊക്കെ ചാണകം കൊണ്ട് മെഴുകിയ വീടുകളിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എത്ര പേർക്ക് അതൊക്കെ അറിയാം എന്ന് അറിയുന്നില്ല. അതിനുശേഷം നമ്മുടെ സ്ഥലത്തിന് അനുയോജ്യമായ പശുക്കൾ ഓരോ ഗ്രാമത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവയൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്നു. ഇന്ന് സങ്കരയിനം പശുക്കളുടെ വരവാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. അതുകൊണ്ട് തന്നെ നാടൻ പശുക്കൾ വളരെ കുറഞ്ഞിരിക്കുന്നു. നാടൻ പശുവിൻ്റെ ശ്രേഷ്ഠത അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നാടൻ പശുക്കളെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതി വരില്ല. അത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് നാടൻ പശുക്കൾക്ക്. അത് കൂടുതലായി തിരിച്ചറിഞ്ഞത് വടക്കേ ഇന്ത്യക്കാരാണ്. കാരണം അവിടെ ഒരുപാട് പശുക്കളുടെ ഇനങ്ങളുണ്ട്.
വളരെ വലിയ പശുക്കളുടെ ഇനങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലധികം നാടൻ പശുക്കളില്ല. പലയിടത്തും അന്യം നിന്ന് പോയി. കാരണം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ ആദ്യകാലത്ത് നടന്നതായിട്ടൊക്കെ നമുക്കറിയാമല്ലോ. കാളകളെയൊക്കെ വന്ധീകരിക്കുകയും നാടൻ പശുക്കളെ ഒഴിവാക്കി അത് പാല് കിട്ടാത്ത പശുവാണെന്നുള്ള ഒരു പ്രചാരണമൊക്കെ എടുത്തിട്ട് അതിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കുകയാണ്. കാരണം അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പാപകർമ്മമാണ് നമ്മുടെ നാട്ടുകാർ ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എത്രത്തോളം ദുഷ്കരമായ ഒരു പ്രവൃത്തിയായിരുന്നു നാടൻ പശുക്കളെ ഒഴിവാക്കാനായിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നാടൻ പശുക്കളെ നമ്മുടെ ആൾക്കാർ തിരിച്ചറിഞ്ഞു, അവയെ തിരികെ കൊണ്ടുവരുന്നു. പാലിൻ്റെ മഹത്വവും അത് വസിക്കുമ്പോഴുണ്ടാകുന്ന ഓക്സിജൻ സ്വീകരിച്ചിട്ട് ഓക്സിജൻ തന്നെയാണ് പശുക്കളെ നമുക്ക് തരുന്നത്. എത്രത്തോളം മഹത്തരമായ ഒരു ജീവിയാണ് പശു. അതുകൊണ്ട് തന്നെയാണ് ഭാരത സംസ്കാരത്തിൽ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത്. ഉമ്മയാണല്ലോ നമുക്കെല്ലാം. അപ്പോൾ അത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് നാടൻ പശുക്കൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു നാടൻ പശുക്കളെങ്കിലും നമ്മൾ വളർത്താനായിട്ട് തയ്യാറാകണം. അതുപോലെ തന്നെ നാടൻ പശു പരിപാലനവും കാർഷികവും വ്യത്യസ്ത കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ആട് വളർത്തലും കാർഷികപരമായിട്ടുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യാത്രാ ബ്ലോഗും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ലൈക്ക് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് നൽകണം. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.